അതൊരു കൊലപാതകയാണ് ഇതൊരു കൊല അവൻ നടത്തിയതാണ്. അത് കുറച്ച് കാലം നീണ്ടു നിന്നൊരു പ്രൊസീജിയർ പോലെ അവനത് ചെയ്തതാണ്. കാര്യം അതിനെ പിടിപ്പിച്ച് അവസാനം ഇല്ലായ്മ ചെയ്തു. അപ്പോൾ അവന് ഇതൊരു കൊലപാതകമായിട്ട് ഞാൻ കണക്ക് കൂട്ടും. ഒരു വേള എൻ്റെ ഗീത്യന്തരത ഇല്ലാതെ എൻ്റെ മകൾ അങ്ങനെ ചെയ്താലും ഇതൊരു കൊലപാതകമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അവനൊരു കൊലയാളിയാണ്. അവന് വേണ്ടുന്ന ശിക്ഷ കൊടുത്ത് ഇതൊരു പാഠമായിരിക്കണം. ഒരു മാതൃകയായി ഈ കേസ് സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ദയയും അവൻ എൻ്റെ മകൾക്ക് കൊടുത്തിട്ടില്ല. അവൻ തുടർന്ന് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നതിന് മർദ്ദനത്തിൻ്റെയൊക്കെ ഞാനൊന്ന് അതിൻ്റെ ഒരു നേർചിത്രം ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ അവനൊരു കൊലയാളി തന്നെയാണ്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അവളെ കൊന്നതെന്നാണ് എൻ്റെ വിശ്വാസം. കുറേശ്ശെ അത് പടിപടിയായി അവൻ ചെയ്ത് പൂർത്തിയാക്കിയെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ ഒരിക്കലും എൻ്റെ മോൾ ജീവിതത്യാഗം ചെയ്യാൻ സാധ്യതയില്ല. അവളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദി അവൻ തന്നെയാണ്. ഇവനെപ്പോലുള്ള ഒരു ക്രിമിനൽ ഇനി ഒരു പെണ്ണിനെയും ഇങ്ങനെ വകവരുത്താനുള്ള ഇട ഉണ്ടാവാത്ത രീതിയിൽ അവന് അർഹമായ ശിക്ഷ കൊടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്.